അനാസ്ഥയുടെ ഇരയാണോ അനന്തു എന്നുള്ളതാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, ഒരു വലിയ അനാസ്ഥ KSEBക്ക് സംഭവിച്ചു എന്ന് ചിലർ പറയുന്നു. വനം വകുപ്പ് ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും കൈയൊഴിയുന്ന അവസ്ഥയാണ്. CPM പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസിലെ ബൂത്ത് കമ്മിറ്റി അംഗമായ ബിനീഷാണ് എന്ന് പറയുന്നു. എന്നാൽ UDF ഇത് ഒരു സർക്കാർ സ്പോൺസേഡ് മർഡർ ആണെന്ന് പറയുന്നു. അനാസ്ഥയുടെ ഇരയാണോ അനന്തു? അനാസ്ഥയുടെ ഇരയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം അത് ആരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ 484 പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ഈ പറയുന്ന വനമേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ പറയുന്ന സമരം നടത്തുന്നതിൻ്റെ അകത്ത് എത്ര ശതമാനം വിജയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട്. ഏത് പ്രതിപക്ഷത്തായാലും മുന്നണികളുടെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ ഈ വന്യമൃഗശല്യം തടയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര രീതിയിലുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിന് സംശയമുണ്ട്. കേരളത്തിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നേ. നമ്മളിത് ആരെയാണ് കണ്ണടച്ചിട്ട് ഇരുട്ടാക്കുന്ന പഠിപ്പിക്കുന്നത്? നമ്മൾ എത്ര മോശമായ രീതിയിലാണ് ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ തന്നെ ഇവിടെ ഒരു 25 പ്രാവശ്യം ഈ ഒരു വർഷത്തിനിടയ്ക്ക് 25 പ്രാവശ്യമെങ്കിലും മീറ്റ് അറ്റ് ചർച്ച ചെയ്തിട്ടുണ്ടാവും. എത്ര വലിയ രീതിയിലുള്ള ചർച്ചകൾ നമ്മൾ നടത്തി, എത്ര ആൾക്കാരാണ് കൊല്ലപ്പെടുന്നത്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഈ കൊളോസിയത്തിൽ എറിഞ്ഞു കൊല്ലുമ്പോൾ, മനുഷ്യനെ എറിഞ്ഞു കൊല്ലുന്ന സമയത്ത് സിംഹത്തിനും കടുവയ്ക്കൊക്കെ തീറ്റിയിട്ട് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് കാലം രാജാക്കന്മാർ. അതേ അവസ്ഥയിലേക്ക് ഞാൻ ഇവിടെ മീറ്റ് അറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേ അവസ്ഥയാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. PV അൻവർ പറഞ്ഞതുപോലെ ഇതൊരു തുറന്ന കാഴ്ച ബംഗ്ലാവാണ്. ഏത് മൃഗത്തിനും എതിരെയും കയറി പോകാം. ഹൈവേയിൽ കൂടെ പുലി പോകുന്നു. ഇന്ന് ഇടുക്കിയിൽ കണ്ടില്ലേ, ഇടുക്കിയിൽ ജനവാസ മേഖലയിലാണ് പുലി കടുവ കുളത്തിൽ വീഴുന്നത്. കടുവയാണെന്ന് ഓർക്കണം. അപ്പം അതൊരു നായയെ ഓടിച്ചിട്ട് വന്നിട്ടാണ് ഒരു കുഴിയിൽ വീഴുന്നത്. അത് മനുഷ്യനെ ഓടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇന്നത്തെ ഞാൻ പറയുന്നതേ, നമ്മൾ എപ്പോഴും വിചാരിക്കും മലയാളികളെല്ലാവരും വലിയ രീതിയിലാണ് താമസിക്കുന്നത്, വലിയ സുഖ സൗകര്യങ്ങൾ കൂടി. അങ്ങനെയൊന്നും അല്ലാതെ നിങ്ങൾ ഈ വയനാട്ടിലും മലപ്പുറത്തിൻ്റെ മലയോര മേഖലയിലും കണ്ണൂരിൻ്റെ മലയോര മേഖലയിലും കാസർഗോഡിൻ്റെയും ഇടുക്കിയുടെയും പത്തനംതിട്ടയുടെയും മലയോര മേഖലയിലൊക്കെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്നേ. നമ്മൾ ഈ പറയുന്നത് പോലെ മെക്കാഡൻ ടാർട്ട റോട്ടിലൊന്നും അല്ല ജീവിക്കുന്നത്. ഇന്ന് കണ്ടല്ലോ എല്ലാ നേതാക്കന്മാരും. ഇത് ദൈവം അവരെ കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥ എത്തിച്ചില്ലേ? ഒരു മനുഷ്യനെ ഒരു ബോഡി കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു അനന്തു എന്ന് പറയുന്ന ചെറിയ പയ്യനല്ലേ, അതായത് ജീവിതം കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? 15 വയസ്സായിട്ടൊരു പയ്യൻ്റെ ബോഡി കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രീതിയിൽ റോഡില്ലാത്ത ഒരു മലയോര മേഖലയിൽ എല്ലാ നേതാക്കന്മാരും നടന്നെത്തിയില്ലേ? അവർക്ക് അന്നേരം മനസ്സിലായില്ലേ ഇവരൊക്കെ ജീവിക്കുന്ന ശൈലി എന്താണെന്നും ഏത് രീതിയിലാണ് ജീവിക്കുന്നതെന്നും. എന്തൊരു കഷ്ടമാണ്. നമ്മളെന്താണ് പറയുന്നത്? ഈ വഴിക്കടവ് പഞ്ചായത്തിൻ്റെ അത് 104 കിലോമീറ്റർ ചുറ്റളവിലുള്ള പഞ്ചായത്ത് 84 കിലോമീറ്ററോളം വനം ഏരിയ അതിർത്തി പങ്കിടുകയാണ്. 84 കിലോമീറ്ററാണ് ഞാൻ പറയുന്നത്, അതിർത്തി പങ്കിടുകയാണ്. ചുറ്റളവ് 104 കിലോമീറ്റർ ചുറ്റളവിലൊരു ഒരു പഞ്ചായത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എത്ര അവിടുത്തെ പോപ്പുലേഷൻ എന്നറിയോ? 40,000. 39,000 വോട്ട് ചെയ്യുന്നൊരു 39,000 അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 50,000-ലധികം വരും. 50,000 ആൾക്കാർ ഒരു പഞ്ചായത്തിൽ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന സ്ഥലത്ത് ഇവർക്കൊരു ഫെൻസിങ് ഇടാൻ 104 കിലോമീറ്ററിൽ 85 കിലോമീറ്റർ ഫെൻസിങ് ഇടാൻ ഒരു സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്ത് അനാസ്ഥയാണ് പറയുന്നത്? നമ്മളൊരു കമ്പനീൻ്റെ MD ഉണ്ടെങ്കിൽ അയാൾക്ക് ആ കമ്പനി നടത്താനുള്ള ബോധം ഉണ്ടാവില്ലേ? ഒരു സാധാരണ കമ്പനീൻ്റെ MDക്ക് ഈ ഒരു വനം മന്ത്രിക്ക് 5 പൈസേൻ്റെ ബോധമുണ്ടോ? അയാൾക്ക് ഇന്ന് എന്താണ് പറയുന്നത്? നമ്മൾ സാമാന്യം ചിന്തിച്ചാൽ മനസ്സിലാവില്ല. ഞാൻ ഭരണപക്ഷം പ്രതിപക്ഷമൊന്നും അല്ലല്ലോ. ഒരു സാധാരണ പ്രാപ്തി വേണ്ടത് ഒരു മനുഷ്യന്. ഇത്രയും വലിയ കാരണം 484 ആകെ 1000 പഞ്ചായത്തുകളുള്ളത്. അതിൽ 484 പഞ്ചായത്ത് ഫേസ് ചെയ്യുന്ന ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ വനം വന്യജീവി പ്രശ്നമാണ്. വനവുമായി ബന്ധപ്പെട്ട പ്രശ്നം. 10,000 ഹെക്ടർ സ്ഥലമാണ് പുതിയതായിട്ട് വനം ഉണ്ടായത്. എവിടുന്നാണ്? ഈ ആകാശത്ത് നിന്ന് പൊട്ടി വീണോ വനം? ഇതെങ്ങനെയാണെന്നറിയോ? ഈ വനം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയോ? ജനങ്ങൾ സ്ഥലം വിട്ട് ഒഴിഞ്ഞു പോവുകയാണ്. കാരണം ഈ പറയുന്ന 180 ഒരു ചെറിയ പഞ്ചായത്തിൽ ഒരു വാർഡിൽ 12 കുടുംബം വിട്ടിട്ട് പോയി. എന്തിനാ? അവർക്ക് സ്ഥലം ഉപേക്ഷിച്ച് പോവാണ്. ആ കുടുംബം ആ സ്ഥലം അവിടെ എടുത്ത് തലവെച്ചുകൊണ്ട് പോകുന്നൊന്നുമില്ലല്ലോ. ആ കുടുംബം ആ സ്ഥലം ഉപേക്ഷിച്ചിട്ട് പോവാണ്. ഉപേക്ഷിച്ച് പോകുന്നറിയോ? രാവിലെ അവൻ്റെ വീട്ടിൽ മുന്നിൽ ആനയും കടുവയും പുലിയും പന്നിയാണ്. ഒരു കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്നത് എന്താ അറിയോ? ഈ കെണി വെച്ചവനൊക്കെ നമ്മൾ ന്യായീകരിച്ചവർ പറയല്ല, ഇവർക്ക് ജീവിക്കാനുള്ള അവസ്ഥയില്ലാന്ന് ആ നാട്ടിൽ. അവർക്കിപ്പോൾ പുലിനെ പിടിച്ചിട്ട് കൊന്നു കൊടുത്താലും അവർക്ക് സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അവരെ സംബന്ധിച്ച് സ്വന്തം ജീവൻ വിലയില്ലാതായി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പന്നി. ഇത് കേരളത്തിൽ ഈ പറയുന്ന 484 പഞ്ചായത്തിൽ നടക്കുന്ന കാര്യമാണ്. നമ്മളിതൊന്നും ഇല്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കൃഷിക്ക് സംരക്ഷണം ഒതുക്കുന്നത് എങ്ങനെയാണ്? ഇതുപോലെ കരണ്ട് കട്ടിട്ട് തന്നെയാണ് ജനങ്ങൾ. നിങ്ങളിത് ഈ മലയോര മേഖലയിലുള്ള ജനങ്ങളെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആരും പ്രതികരിക്കാത്തതെന്ന്. നിങ്ങൾ ഇന്ന് നമ്മുടെ TV ചാനലിൽ എത്ര പേരെ പ്രതികരണം ചോദിച്ചു? ആരെങ്കിലും തന്നോ? അവരത് മടുത്തു. കാരണം ആ നാട്ടിലെ റെഗുലർ സംഭവമാണ് ഇതൊക്കെ. ഈ മലയോര മേഖലയിലെ റെഗുലർ സംഭവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു ജനസംഖ്യയേക്കാളും അധികമാണ് ആ നാട്ടിലെ പന്നികളുടെ എണ്ണം. ഇതിനാരാണ് കൊല്ലുക? ആരാണ് ഇതിനെ പിടിക്കുക?
ഇതിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ പിടിച്ചിട്ട് എന്താണ് മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടേണ്ട ഗതികേട്ടിലേക്ക് ആ ജനങ്ങളെത്തി എന്നുള്ളതാണ്. അതിനു വേണ്ടി പണം മുടക്കാനാളില്ല, അത് ചെയ്യാൻ ആളില്ല. എത്ര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, എന്തൊരു കഷ്ടമാണ്. ഇതെന്തെങ്കിലും മനസ്സിലാക്കാത്ത ഈ ജനങ്ങൾ, എന്തുകൊണ്ട് ഈ സർക്കാർ, എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇത് മനസ്സിലാക്കാത്തത്? അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതിന് സംവിധാനം കണ്ടെത്തിയിട്ടും കേരളം കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ? ഞാൻ പറഞ്ഞത് കേരളം ഒറ്റക്കെട്ടായി സമര നേതൃത്വം നൽകണം, അതിന് CPM നേതൃത്വം നൽകണം. ഭരണപക്ഷമാണോ ഭരണപക്ഷി നേതൃത്വം നൽകണം. പ്രതിപക്ഷം എന്ന് പറയുന്ന സാധനം ഈ അനന്തു മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സമരം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാരെ പുലി പിടിച്ചപ്പോഴും കടുവ പിടിച്ചു ആന ചവിട്ടിക്കൊന്നപ്പോഴൊന്നും കണ്ടില്ലല്ലോ. എവിടെ സമരം നടത്താത്തത്? എവിടെയാണ്? ഒരു മലയോര ജാഥ നടത്തിയിട്ടാണ് ഞങ്ങൾ വലിയ ആന കടന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സാധനം ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് ഈ മലയോര ജാഥ മാത്രമാണ് ഈ പറഞ്ഞ 9 വർഷമായിട്ട് കോൺഗ്രസ് നടത്തിയത്. 9 വർഷമായിട്ട് UDF നടത്തിയ ഏക പരിപാടിയാണ് ഞാൻ പറയുന്നത്. ഈ 2 മാസം മുന്നേ ഇതേ കേസിന് ഇതേപോലെ തന്നെ ഒരു മനുഷ്യൻ അവിടെ ഈ ഷോക്കടിച്ച് മരിച്ചല്ലോ. എന്തേ സമരം നടത്താതെ പോയത്? വയനാട്ടിൽ പിന്നെ ഒരു എത്ര മനുഷ്യന്മാരെ കടുവ പിടിച്ചു വന്നു, എന്തേ സമരം നടത്താതെ പോയത്? എന്തുകൊണ്ട് ഈ 484 പഞ്ചായത്തുകൾ സമരം നടത്തിയില്ല? കോൺഗ്രസ് എന്തേ നേതൃത്വം കൊടുത്തില്ല? ഇതൊന്നും നമ്മൾ പറയും. ഇപ്പം എന്ന് പറയുന്നത് എന്താ അറിയോ? ഞാൻ പറയും, ഇന്ന് VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇലക്ഷൻ ജയിക്കണമെങ്കിൽ മത്സരിച്ച് ജയിക്കണമെന്ന് പറ. മത്സരിച്ച് ജയിക്കാൻ എനിക്കോ തന്നെ പറയാനുള്ളത്, നിങ്ങളിത് ചെയ്യണത് ഇന്നലെ രാത്രിയല്ല. ഇന്നലെ രാത്രി അവിടെ കിടന്ന് ഞാൻ പറയുന്നത് വികാരമില്ലാത്തതുകൊണ്ടല്ല. ഒരു മനുഷ്യൻ, ഒരു കുട്ടി മരിക്കും, വികാരം ഉണ്ടാവില്ല. ഞാൻ പറയുന്നറിയോ, ചാമക്കാലനെ പോലെ ഒരാൾ പത്തനംതിട്ടയിൽ നിന്നോ അല്ലെങ്കിൽ പത്തനാപുരത്തു നിന്ന് അവിടെ പോയി സമരം നടത്തുമ്പോൾ അത് രാഷ്ട്രീയ സമരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. അങ്ങനെ ഒരു സമരം നടത്തിയാൽ അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താണെന്ന് അവിടെ സമരം നടത്തണം, എല്ലാത്തിനും സമരം നടത്തണം. ഞാൻ പറയും, ഇന്നലെ മാത്രം സമരം പൊട്ടിപ്പോഴപ്പെട്ടാൽ പോരാ. ഇന്നലെ മാത്രം ഇവിടെ ഈ പറഞ്ഞ ആര്യാടൻ മുഹമ്മദിന് അവിടെ പോയപ്പോൾ, അതിന് മുൻപ് മരിച്ചപ്പോൾ അവിടെ അവിടെ ആന ചവിട്ടി കൊന്നപ്പോൾ പോയില്ലല്ലോ. അവിടെ PV Anwar പോയിട്ട് DF ഓഫീസ് തല്ലി തകർത്തില്ലേ, ജയിലിൽ പോയില്ലേ? അപ്പോൾ എന്തേ ആ നേതാക്കന്മാർ അങ്ങോട്ട് പോയില്ല? ഞാൻ പറയുന്നത് PV Anwar ഉദ്ദേശിച്ചിട്ട് പറഞ്ഞല്ല. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടുത്തെ ജനങ്ങളെ അവർക്ക് നിത്യസംഭവമാണിത്. ഇതിപ്പോൾ ഇങ്ങനെ വച്ചു, അല്ലെങ്കിൽ നാളെ ആനേനെ മുന്നിൽ പോയി പെടേണ്ടി വരും. കുട്ടികളൊക്കെ പോകുന്ന വഴി നിങ്ങൾ കണ്ടില്ലേ? വനത്തിനിടയ്ക്ക് കൂടെ കയറിപ്പോവാണ് ഒരു സ്ഥലത്തേക്ക്. എന്തൊരു കഷ്ടം. ഇവരൊന്ന് പുനരധിവസിപ്പിക്കാൻ പോലുള്ള പാക്കേജ് നമ്മുടെ സംസ്ഥാനത്തില്ല എന്നുള്ളതാണ്. നമ്മളെന്താണ് പറയുന്നത്? ദാരിദ്ര്യരേഖ ഇല്ലാത്ത 0, എല്ലാത്തിനും കണക്കുണ്ടല്ലോ. നമ്മുടെ എല്ലാ സംവിധാനത്തിനും കണക്കുണ്ട്. എല്ലാ വീട് വെക്കുന്നതിന് ചെറിയ എന്ത് പദ്ധതിയാണ്? എല്ലാ പദ്ധതികൾക്കും നമ്മുടെ സർക്കാരിൻ്റെ മുന്നിൽ കണക്കുണ്ട്. പക്ഷേ ജനങ്ങളെ കൊല്ലുന്ന കടുവേനെയും പുലീനെയും തടിഞ്ഞു നിർത്താനുള്ള കണക്ക് നിങ്ങളിലുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ പരാജയമാണ്. ഇനി 8 മാസമല്ലേ ഇലക്ഷനുള്ളൂ. ഈ 8 മാസം ഈ മന്ത്രിനെ വെച്ചാണ് മുന്നോട്ട് പോകുന്നതിലുണ്ടല്ലോ. നിങ്ങൾ മല പറിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. ഇതിൻ്റെ അവസാനം വന്ന് നിൽക്കാൻ പോകുന്നു. അന്നൊരു കടുവ ഇറങ്ങും, അന്നൊരു പുലി ഇറങ്ങും, അന്നൊരു ആന ഇറങ്ങും. അതോടുകൂടിയിട്ട് നിങ്ങൾ എന്ത് കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ സ്വരാജ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടുത്തെ വേറെ ഏതെങ്കിലും വകുപ്പ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു തെറ്റ് ചെയ്തിട്ടല്ലോ. ഒരു വനം വകുപ്പിൽപ്പെട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ക്രെഡിറ്റ് നശിക്കുന്ന കാണുന്നില്ലേ? ഇതെന്തൊരു കഷ്ടമാണ്. ഇതുപോലെ ചെയ്യരുത്. കാരണം എന്താ, ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നേ ഞാൻ ഈ സർക്കാരിനോട് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ആദ്യമേ അതിനൊരു ആ വകുപ്പിനൊരു നല്ല തലവനെ കൊടുക്കൂ. ആ വകുപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ. ഇത്രയും വലിയ പാർട്ടിയല്ലേ, ഇത്രയും വലിയ സംവിധാനം ഉള്ളതല്ലേ, ജനങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട വകുപ്പല്ലേ, പോലീസ് വകുപ്പ് പോലെ ആഭ്യന്തര വകുപ്പ് പോലെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു വകുപ്പല്ലേ ഈ വനം വകുപ്പ്. അതിനെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്തിട്ട്? ഇന്ന് മന്ത്രി പറഞ്ഞെന്താ, മന്ത്രി അവിടെ പോയി നിന്ന് അതിന് നേതൃത്വം കൊടുക്കേണ്ട മന്ത്രിയാണ് അല്ലേ? പോയോ അങ്ങോട്ട്? നമ്മളാരെങ്കിലും കണ്ടോ അങ്ങോട്ട് പോകുന്നത്? കണ്ടില്ലല്ലോ. അപ്പോൾ വളരെ മോശമായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്ത് ഇതിന് രാഷ്ട്രീയവൽക്കരിക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല. എന്താ അറിയോ, അവിടെ ഇലക്ഷൻ ഇത് കണ്ടിട്ടൊന്നുമല്ല. അവിടുത്തെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ വലിയ രീതിയിലാണ് കോൺഗ്രസ്സിന് അണ പൊട്ടുകയാണെങ്കിൽ കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ട പണി എന്തായിരുന്നു അറിയോ? ഈ പറഞ്ഞ മലപ്പുറം പരാമർശം എടുത്തിട്ടാണ് തുടങ്ങിയത് അല്ലേ? അവിടെ പ്രചരണം എന്തുകൊണ്ടാണ് തുടങ്ങിയത്? മലപ്പുറം പരാമർശം അത് വെച്ചിട്ടാണ് തുടങ്ങിയത്. അവിടെ എന്തുകൊണ്ട് വന്യജീവി സംഘർഷത്തിനെതിരെ അവരെ പ്രധാന വിഷയമായില്ല ഈ ഇലക്ഷന്? ഇപ്പോഴാണ് അവർ വിഷയമായത്. ഈ പറഞ്ഞ ഇലക്ഷൻ പകുതി എത്തിയപ്പോൾ ഇങ്ങനെ ഒരു മരണം ഉണ്ടായപ്പോൾ അപ്പോഴാണോ ഒരു ഇലക്ഷൻ ഇങ്ങനെയാണ്? എന്തുകൊണ്ടാണ് മലപ്പുറം പ്രദേശ പരാമർശം എടുത്ത് തുടങ്ങി? അടുത്തത് എന്താ അറിയോ? അടുത്തത് തുടങ്ങിയത് പെൻഷൻ വിഷയമായിരുന്നു. എന്തേ ആ മണ്ഡലത്തിൽ പെൻഷൻ വിഷയമായിരുന്നു ഏറ്റവും വലുത്. അവിടെ ആ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മലപ്പുറം പരാമർശമായിരുന്നു. ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ ശക്തമായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഭരണപക്ഷവും പ്രതിപക്ഷവുമാണ്. അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാനിത് 2 പക്ഷത്തെയും കുറ്റം പറയുകയാണ്. സമരം നടത്തുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടിരുന്നു. ഈ കാര്യങ്ങൾ ജനങ്ങളെ ഈ പറയുന്ന വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ഭരണപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് ഈ പറയുന്ന സംവിധാനം രണ്ടും മുന്നോട്ട് പോകുന്നത്. ഇനിയും 8 മാസമുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ ഈ അനാസ്ഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഈ പറയുന്ന പുലികൾക്കും ആനകൾക്കൊക്കെയുള്ള ഭക്ഷണമായിട്ട് മനുഷ്യൻ മാറുന്നത് നമ്മൾ ഇനിയും കാണും. അപ്പം ഇത്
നാട്ടിലെ പ്രശ്നമാണ് കേട്ടോ. അത് ആ നാട്ടിലെ മാത്രമല്ല, മലയോര ഏരിയയിലെ മുഴുവൻ പ്രശ്നമാണ് ഈ പിന്നെ വൈദ്യുതി മോഷണവും ഈ ഫെൻസിങ് ഉണ്ടാകലും, സ്വന്തം കൃഷിയുടെ പിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് മോഷ്ടിച്ച് ഫെൻസിങ് ഇടുന്നതും. അവർക്ക് സംരക്ഷിച്ചേ പറ്റുള്ളൂ. അവരെ സംബന്ധിച്ചു ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇതിലേക്ക് തള്ളിവിടുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാത്ത ജനങ്ങളോ അല്ലെങ്കിൽ ഭരണാധികാരികളോ ഒന്നും അല്ല ഇപ്പോഴത്തെ സംരക്ഷണം. ഈ രണ്ട് പാർട്ടിക്കോ ഞാൻ പറയുന്നത്, ഏത് ഇടതുപക്ഷത്തിനാണെങ്കിലും വലതുപക്ഷത്തിനാണെങ്കിലും ഒറ്റ കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷനുള്ളൂ, ഈ 19-ാം തീയതി എങ്ങനെയൊന്ന് കഴിഞ്ഞു കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള പഠിച്ച പണിയാണ് 18 നോക്കുന്നത്, അല്ലാതെ അവിടെ ജനങ്ങളെ സംരക്ഷിക്കാനൊന്നും അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.